ATM തട്ടിപ്പിലെ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞു. റൊമാനിയൻ സ്വദേശികളായ ഇലി, ഫ്ലോറസി, കോൺസ്റ്റാന്റിൻ എന്നിവരാണ് പ്രതികൾ. തലസ്ഥാനത്തെ 4 വൻകിട ഹോട്ടലുകളിലാണ് ഇവർ തട്ടിപ്പ് കാലയളവിൽ താമസിച്ചിരിക്കുന്നത്. ഇവർ ഉപയോഗിച്ചിരിക്കുന്ന 2 ഇരുചക്ര വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തലസ്ഥാനത്തെ ATM തട്ടിപ്പിന് നേതൃത്വം നൽകിയ 3 റൊമാനിയൻ സ്വദേശികളും ആഡംബര ജീവിതമാണ് തട്ടിപ്പ് കാലയളവിൽ നയിച്ചിരുന്നത്. ഇലി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഗബ്രിയൽ മറിയൻ, ഫ്ലോറസി എന്ന പേരിൽ ബോഗ് ഡീൻ ഫ്ലോറിയൻ, കോൺസ്റ്റാന്റിൻ എന്ന ക്രിസ്ത്യൻ വിക്ടർ എന്നിവരാണ് പ്രതികളെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. തലസ്ഥാന നഗരത്തിലെ 3 വൻകിട ഹോട്ടലുകളിലും നഗരത്തിൽ നിന്നും മാറിയുള്ള മറ്റൊരു ആഡംബര ഹോട്ടലിലുമാണ് ഇവർ താമസിച്ചിരുന്നത്. വിനോദസഞ്ചാരികളായാണ് ഇവർ എത്തി മുറിയെടുത്തതെന്ന് ഹോട്ടലിന്റെ ജനറൽ മാനേജർ പറഞ്ഞു. വേറൊരു ഹോട്ടലിന്റെ വണ്ടിയിലാണ് വന്നതിന് ശേഷം ഇങ്ങനെ ഞങ്ങൾ 2 പേരുണ്ട്, റൂം വേണം എന്ന് പറഞ്ഞ് നമ്മളുടെ ഇന്ന് റൊമാനിയൻ പാസ്പോർട്ടും വിസയും എല്ലാമാണ് തന്നത്. നമ്മൾ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു. വിദേശ സഞ്ചാരി മാതിരിയാണ് വന്നത്. നമ്മൾ റൂം കൊടുത്തു, ഡബിൾ ഓക്കുപ്പൻസി ആയിരുന്നു. അന്ന് തന്നെ വേറൊരാളുടെ കോവളത്തുനിന്ന് ചെക്കൗട്ടായി വരും, ഒരാളെയും കൂടെ ഓക്കുപ്പൻസി വേണമെന്ന് പറഞ്ഞ് 3 പേരുണ്ടായിരുന്നു. 3 ദിവസം താമസിച്ചു. ഹോട്ടലുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും മൂവർ സംഘത്തിന്റെ പാസ്പോർട്ടിന്റെ പകർപ്പും പോലീസ് ശേഖരിച്ചു. ജൂൺ അവസാനം മുതൽ ജൂലൈ അവസാനം വരെയാണ് പ്രതികൾ 4 വൻകിട ഹോട്ടലുകളിലായി താമസിച്ചത്. ഇവർ യാത്രയ്ക്കായി ഉപയോഗിച്ച 2 ഇരുചക്ര വാഹനങ്ങളും 3 ഹെൽമറ്റും പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിലവിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കശ്മീർ വിഷയത്തിൽ പ്രധാനമന്ത്രി മൗനം വെടിഞ്ഞു. 1 മാസത്തിലധികമായി കാശ്മീരിൽ സംഘർഷം തുടരുമ്പോഴും പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇതിനിടെയാണ് ഉത്തർപ്രദേശിലെ അലിരാജ്പൂരിൽ സ്വാതന്ത്ര്യത്തിന്റെ 70ാം വാർഷിക ദിനാഘോഷ പരിപാടിയോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ കാശ്മീർ വിഷയത്തിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചത്. ഇന്ത്യക്കാർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം കാശ്മീർ ജനതയുടേതു കൂടിയാണ്. കാശ്മീരിലെ യുവജനങ്ങളുടെ ശോഭനമായ ഭാവിയാണ് നമുക്ക് വേണ്ടത്. കാശ്മീരിനെ ഇന്ത്യക്കാരെല്ലാം സ്നേഹിക്കുന്നു. എന്നാൽ ചിലർ കാശ്മീരിലെ യുവാക്കളെ വഴിതെറ്റിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. गुमराह हुए कुछ लोग कश्मीर की इस महान परंपरा को कहीं न कहीं ठेस पहुंचा रहे हैं. देश के आजादी के दीवानों ने जो ताकत हिंदुस्तान को दी है, वो कश्मीर को भी वही ताकत मिली. आइए मेरे दोस्तों, आइए हम सब मिलकर के कश्मीर को दुनिया का स्वर्ग बना करके रखे, इस सपने को लेकर के चले. കൈകളിൽ പുസ്തകവും ലാപ്ടോപ്പും ഹൃദയത്തിൽ സ്വപ്നങ്ങളും കൊണ്ടു നടക്കേണ്ട യുവാക്കൾ കല്ലുകൾ പേറി നടക്കുന്നത് വേദനാജനകമാണ്. കാശ്മീരിലെ പ്രശ്നപരിഹാരത്തിന് മുൻ പ്രധാനമന്ത്രി വാജ്പേയി സ്വീകരിച്ച പാത പിന്തുടരും. കാശ്മീരിലെ ജനങ്ങൾക്ക് മികച്ച ജീവിത നിലവാരമാണ് ആദ്യം വേണ്ടത്. ജമ്മു കാശ്മീർ സംസ്ഥാന സർക്കാരും കേന്ദ്രവും ചേർന്ന് വികസനത്തിലൂടെ കാശ്മീരിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കും. ചർച്ച ഉൾപ്പെടെ പ്രശ്നപരിഹാരത്തിന് സാധ്യമായ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കാശ്മീർ വിഷയത്തിൽ പ്രധാനമന്ത്രി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കണമെന്ന് മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. 16 വർഷം നീണ്ടുനിന്ന നിരാഹാര സമരം ഇറോം ശർമിള അവസാനിപ്പിച്ചു. ആത്മഹത്യാ ശ്രമക്കുറ്റം നേരിടുന്ന ഇറോം ഇംഫാലിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായ ശേഷമാണ് സമരം അവസാനിപ്പിക്കുന്നതായി അറിയിച്ചത്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന ഇറോം ശർമിളയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. താൻ മണിപ്പൂരിന്റെ മുഖ്യമന്ത്രിയാകുമെന്നും സൈന്യത്തിന്റെ പ്രത്യേകാധികാര നിയമം പിൻവലിക്കുമെന്നും ശർമിള പറഞ്ഞു. 2000 നവംബർ 5-ന് ആരംഭിച്ച നിരാഹാര സമരം നീണ്ട 16 വർഷത്തിന് ശേഷം മണിപ്പൂരിന്റെ ഉരുക്കുവനിത അവസാനിപ്പിച്ചു. സമരം അവസാനിപ്പിക്കുന്നതിനുള്ള കാരണങ്ങളും ഇറോം ശർമ്മ വ്യക്തമാക്കി. കാലമേറെ നീണ്ട നിരാഹാര സമരത്തിൽ നിന്ന് പ്രതീക്ഷിച്ച ഫലം ലഭിച്ചില്ല. ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മാറുകയാണ്. 2017 മണിപ്പൂർ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും ഇറോം ശർമിള വ്യക്തമാക്കി. നിരാഹാര സമരത്തെ തുടർന്ന് ആത്മഹത്യാ ശ്രമക്കുറ്റം ഇറോം നേരിട്ടിരുന്നു.
ഇതിനെ തുടർന്ന് ഇംഫാൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായ ശേഷമാണ് ഇറോം സമരം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത്. ആംബുലൻസിലാണ് ഇറോം കോടതിയിലെത്തിയത്. തുടർന്ന് നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം അറിയിക്കുകയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നിരാഹാര സമരം ആത്മഹത്യ നടത്താനുള്ള ശ്രമമായിരുന്നില്ലെന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും കോടതിയിൽ വ്യക്തമാക്കി. ഇറോമിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ച കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഇറോം ശർമിളയെ പിന്തുണച്ച് നിരവധി അനുയായികൾ കോടതിയിലെത്തിയിരുന്നു. ചില തീവ്രവാദ സംഘടനകളുടെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇറോം ശർമിളയ്ക്ക് സുരക്ഷ കർശനമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. പോഷക ഗുണങ്ങളാൽ സമൃദ്ധമാണ് നെല്ലിക്ക. എന്നാൽ നെല്ലിക്കയുടെ യഥാർത്ഥ ഗുണങ്ങൾ അറിയാവുന്നവർ കുറവാണ്. നെല്ലിക്ക ഒരു നല്ല മരുന്നാണെന്നും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. പോഷക ഗുണങ്ങളാൽ സമൃദ്ധമാണ് നെല്ലിക്കയെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏതൊരു ആയുർവേദ ഉൽപ്പന്നത്തിലും നെല്ലിക്കയുടെ പങ്ക് വലുതാണ്. ഇത്തരത്തിൽ വൈദ്യശാസ്ത്രം പ്രതിപാദിക്കുന്ന എല്ലാ ഭക്ഷണക്രമങ്ങളിലും രോഗസംഹാരിയായും സൗന്ദര്യ സംരക്ഷകയായും പോഷക വളർച്ചയ്ക്കായും നെല്ലിക്ക സുപ്രധാനമാണ്. നെല്ലിക്കയിൽ നടന്ന വിവിധ പഠനങ്ങളിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിക്കകൾ പോഷക ഗുണങ്ങൾ നിറഞ്ഞതും ഈ പോഷക ഗുണങ്ങൾ മനുഷ്യന് ആരോഗ്യകരമായ ജീവിതം നൽകി അതുവഴി ആയുസ് വർദ്ധിപ്പിക്കുമെന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. മനുഷ്യ ശരീരത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ സി ആണ് നെല്ലിക്കയിൽ ഏറിയ പങ്കും അടങ്ങിയിരിക്കുന്നത്. ഇതിനു പുറമെ അയൺ, സിങ്ക്, വൈറ്റമിൻ ബി എന്നിവയും കുഞ്ഞു നെല്ലിക്കയെ പോഷക സമൃദ്ധമാക്കുന്നു. രക്തത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ നെല്ലിക്ക സഹായിക്കുന്നുവെന്നത് രക്തസമ്മർദ്ദമുള്ളവരെ സംബന്ധിച്ച് നല്ല വാർത്തയാണ്. കൊഴുപ്പിന്റെ അളവിനെ കുറയ്ക്കുന്നതിലൂടെ നെല്ലിക്ക ഹൃദയത്തെയും സംരക്ഷിക്കുന്നു. പ്രമേഹത്തെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളെയും പ്രതിരോധിക്കാൻ നെല്ലിക്ക ഒരു നല്ല ഔഷധമാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കൂടാതിരിക്കാൻ നെല്ലിക്കയിലെ വിവിധ കാർബോളിക് അമ്ലങ്ങൾ സഹായിക്കുന്നു. ഇൻസുലിൻ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് സമാനമാണ് നെല്ലിക്കയും പ്രമേഹത്തെ പ്രതിരോധിക്കാനായി ശരീരത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ശരീരത്തെ പ്രായാധിക്യത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന പ്രധാന വൈറ്റമിനാണ് വൈറ്റമിൻ എ. ശരീരത്തിൽ ചുളിവുകളും മടക്കുകളും ഉണ്ടാകാതെ നിത്യയൗവനം നിലനിർത്താൻ വൈറ്റമിൻ എ സഹായകമാണ്. നെല്ലിക്കയും വൈറ്റമിൻ എയാൽ സമ്പുഷ്ടമാണ്. വെറും വയറ്റിൽ നെല്ലിക്ക സ്ഥിരമായി കഴിക്കുന്നത് ശരീരത്തെ പ്രായാധിക്യ ലക്ഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ കഴിയുമെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ദാമ്പത്യ ജീവിതത്തിലും നെല്ലിക്ക ഏറെ ഗുണകരമാണെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു. ബീജങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കാൻ നെല്ലിക്കയിലെ ഇരുമ്പ് സഹായിക്കുന്നു. നിത്യേന ഒരു കപ്പ് നെല്ലിക്ക ജ്യൂസ് കഴിക്കുന്നതിലൂടെ ലൈംഗിക ഉണർവ് ലഭിക്കുമെന്ന് ആയുർവേദത്തിന്റെ പുതിയ പഠനങ്ങളും നിർദ്ദേശിക്കുന്നു. ശരീരത്തിലെ ഹാനികരമായ രാസവസ്തുക്കളെ തടയുന്നതിലൂടെ നെല്ലിക്ക ക്യാൻസറിനെ തടയുന്നതായി അടുത്തിടെ നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ആൽക്കഹോളിന്റെയും രാസവസ്തുക്കളുടെയും ഉപയോഗത്തിലൂടെ കരളിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ ഒരു പരിധിവരെയെങ്കിലും തടയാനും നെല്ലിക്ക ഉപയോഗപ്രദമാണ്. ന്യൂസ് ഡെസ്ക്. പൂക്കളെയും ചെടികളെയും ഇഷ്ടപ്പെടാൻ കഴിയുന്ന ആർക്കും ഓർക്കിഡ് കൃഷി ചെയ്യാം. മാലകളും ബൊക്കെകളും ബ്രൈഡൽ ബൊക്കെകളും ഒക്കെ ഇന്ന് ഓർക്കിഡ് പൂക്കൾ കൊണ്ട് ധാരാളം തയ്യാറാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിപണിയിൽ വളരെ ആദായകരമാണ് ഓർക്കിഡ് കൃഷി. ഇന്ന് പൂക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത് ഓർക്കിഡുകളാണ്. ഓർക്കിഡ് പൂവിന് സവിശേഷതകൾ പലതുണ്ട്. വളർത്താൻ വളരെ കുറച്ച് സ്ഥലം മതി. ഓർക്കിഡ് പൂക്കൾ ഇറുത്തെടുത്തു കഴിഞ്ഞാലും ദീർഘനാൾ വാടാതെ നിൽക്കും. ഓർക്കിഡ് ചെടികൾ വളരാനും നന്നായി പുഷ്പിക്കാനും കേരളത്തിലെ കാലാവസ്ഥ അനുയോജ്യമാണ്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ കാലാവസ്ഥ. അന്തരീക്ഷത്തിലെ ഉയർന്ന ഈർപ്പനിലയും ഇളം ചൂടുള്ള കാറ്റും ഓർക്കിഡ് ചെടികളെ പുഷ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. പുഷ്പകൃഷിയുടെ മേഖലയിൽ ഇത്രമാത്രം ആദായം തരുന്ന ചെടികൾ വളരെ കുറവാണ്. വർണ്ണങ്ങൾ പരസ്പരം കൂട്ടിക്കലർത്തിയും മറ്റെങ്ങും കാണാൻ കഴിയാത്ത രൂപഭാവങ്ങൾ നൽകിയുമാണ് പ്രകൃതി ഓർക്കിഡ് പുഷ്പങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. മിക്കവാറും പൂക്കൾക്കൊക്കെ അവയുടെ രൂപവുമായി ഇണങ്ങുന്ന ഒരു സാധാരണ പേരുകൂടി ഉണ്ടാകും. പൂക്കളെയും ചെടികളെയും ഇഷ്ടപ്പെടാൻ കഴിയുന്ന ആർക്കും ഓർക്കിഡ് വളർത്താം. പൂക്കൾക്ക് വിപണി കിട്ടാൻ ബുദ്ധിമുട്ടില്ല. ഓർക്കിഡ് പൂക്കൾ ഉണ്ടെങ്കിൽ ആവശ്യക്കാർ തേടിയെത്തും. മാലകളും ബൊക്കെകളും ബ്രൈഡൽ ബൊക്കെകളുമൊക്കെ ഇന്ന് ഓർക്കിഡ് പൂക്കൾ കൊണ്ട് ധാരാളം തയ്യാറാക്കുകയും വിറ്റഴിക്കുകയും ചെയ്യുന്നു. ഓർക്കിഡേസി എന്ന പേരുള്ള ഒരു വലിയ സസ്യകുടുംബത്തിലെ അംഗങ്ങളാണ് ഇന്ന് നാം കാണുന്ന ഓർക്കിഡുകൾ. ഇതിൽ ഏതാണ്ട് 35,000-ഓളം വ്യത്യസ്ത ഇനങ്ങളുണ്ട്. വളരുന്ന സ്വഭാവമനുസരിച്ച് ഓർക്കിഡുകൾ 2 തരമുണ്ട്. സർവ്വസാധാരണയായി നട്ടുവളർത്തുന്ന ഒരിനം ഓർക്കിഡാണ് വാൻഡ. ഇതിന് വാണിജ്യ പ്രാധാന്യമുണ്ട്. വാൻഡയെ തന്നെ 2 ഇനത്തിലുണ്ട്, സ്റ്റാഫ്ലീൻ വാൻഡയും ടെറൈറ്റ് വാൻഡയും. 1000-ഓളം ഇനങ്ങളുള്ള ഒരിനം ഓർക്കിഡാണ് സെൻട്രോബിയം. ഇതിനും വിപണന സാധ്യതകൾ ഏറെയാണ്. ന്യൂസ് ഡെസ്ക്.